കേസിൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ നടപടി വേഗത്തിലാക്കി AICC. ഇതിന്റെ ഭാഗമായി പ്രത്യേക നിരീക്ഷകരെ ഹൈക്കമാൻഡ് ഇന്ന് പ്രഖ്യാപിക്കും. മുതിർന്ന കോൺഗ്രസ് നേതാവ് P. ചിദംബരം അടക്കമുള്ള പ്രമുഖരുടെ പേരുകളാണ് നിരീക്ഷക പട്ടികയിൽ സജീവമായി പരിഗണിക്കുന്നത്. നിയുക്ത MLA-മാരുടെ വികാരം നേരിട്ടറിയുന്നതിനും സമവായ ചർച്ചകൾക്കുമായാണ് ഹൈക്കമാൻഡ് പ്രതിനിധികൾ എത്തുന്നത്. വോട്ടെണ്ണലിന് പിന്നാലെ വ്യാപക സംഘർഷം. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ കോഴിക്കോട് വിവിധയിടങ്ങളിൽ ആക്രമണം. നരിക്കുനിയിൽ UDF LDF പ്രവർത്തകർ തമ്മിലുണ്ടായ സംഘർഷത്തിനിടെ ഒരാൾക്ക് കുത്തേറ്റു. UDF പ്രവർത്തകനായ രജനീഷിനാണ് സംഘർഷത്തിൽ കുത്തേറ്റത്. ഇയാളെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. തലയ്ക്ക് പരിക്കേറ്റെന്നാണ് വിവരം. CPM ബ്രാഞ്ച് സെക്രട്ടറി റിയാസ്, മുൻ ലോക്കൽ സെക്രട്ടറി KP പ്രേംകുമാർ ഉൾപ്പെടെ 4 പേർക്ക് മർദ്ദനമേറ്റു. മരുതോങ്കരയിൽ KM അഭിജിത്തിന്റെ ആഹ്ലാദ പ്രകടനത്തിനിടയിലും സംഘർഷമുണ്ടായി. മൂവാറ്റുപുഴയിലെ പ്രമുഖ ഷോപ്പിംഗ് മാളിലുണ്ടായ അപകടത്തിൽ വീട്ടമ്മയുടെ കാലൊടിഞ്ഞു. പായ്പ്ര സ്വദേശിനി സൈനബ ബഷീറിനാണ് പരിക്കേറ്റത്. ഞായറാഴ്ച വൈകുന്നേരം ഗ്രാൻഡ് സെൻട്രൽ മാളിൽ കുടുംബത്തോടൊപ്പം എത്തിയതായിരുന്നു ഇവർ. പുതിയതായി മാളിലെത്തിച്ച ടോയ് ബസ് നിയന്ത്രിച്ചിരുന്ന ആളുടെ അശ്രദ്ധയാണ് അപകടത്തിന് കാരണമായത്. നിയന്ത്രണം വിട്ട ബസ് സൈനബയുടെ ദേഹത്തെ ഇടിച്ചു കയറുകയും താഴെ വീണ ഇവരുടെ കാലിലൂടെ ബസ് കയറിയിറങ്ങുകയുമായിരുന്നു. അപകടത്തെ തുടർന്ന് സൈനബയെ ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മാളുകളിൽ കുട്ടികളെ കയറ്റി ചുറ്റിക്കറക്കുന്ന ഇത്തരം ടോയ് ബസ്സുകൾ പ്രവർത്തിപ്പിക്കുമ്പോൾ കർശനമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതുണ്ട്. ഈ സംഭവത്തിൽ അത്തരം നിർദ്ദേശങ്ങൾ ലംഘിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ബന്ധപ്പെട്ടവരിൽ നിന്ന് പോലീസ് വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ്. ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിനു മീതെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണു. തുവ്വൂർ കമാനം മേൽപ്പാലത്തിന്റെ സംരക്ഷണ ഭിത്തിയാണ് നിലമ്പൂർ ഷൊർണൂർ മെമു ട്രെയിനിന് മീതേക്ക് ഇടിഞ്ഞു വീണത്. ചൊവ്വാഴ്ച പുലർച്ചെ 3:30 സംഭവം. തുടർന്ന് 7:45 ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിക്കാനായത്. മറ്റു ട്രെയിനുകളുടെ സമയക്രമത്തെയും ഇത് ബാധിച്ചു. കല്ലുകൾ വീണ ട്രെയിനിന് ചെറിയ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. സ്വർണ്ണവില ഈ മാസത്തെ കുറഞ്ഞ നിരക്കിൽ. ഗ്രാമിന് 40 രൂപയുടെ കുറവാണ് ഇന്നുണ്ടായത്. 1 ഗ്രാം സ്വർണത്തിന്റെ വില 13,675 രൂപയായി കുറഞ്ഞു. പവന്റെ വിലയിൽ 320 രൂപയുടെ കുറവുണ്ടായി. പവന്റെ വില 1,09,400 രൂപയായി കുറഞ്ഞു. അതേസമയം ആഗോള വിപണിയിൽ സ്വർണ്ണവിലയിൽ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. 5 ആഴ്ചക്കിടയിലെ കുറഞ്ഞ നിരക്കിൽ നിന്നും സ്വർണ്ണവില മുന്നേറി. സ്പോട്ട് ഗോൾഡ് നിരക്ക് 0.3% ഉയർന്ന് ഔൺസിന് 4,533.40 തിങ്കളാഴ്ച 2% നഷ്ടം രാജ്യാന്തര വിപണിയിലുണ്ടായിരുന്നു. US ഗോൾഡ് ഫ്യൂച്ചർ നിരക്കും ഉയർന്നു. 0.2% നേട്ടമാണ് ഗോൾഡ് ഫ്യൂച്ചർ നിരക്കിലുണ്ടായത്.